അങ്ങനെ കാശ്മീറും മണാലിയും എല്ലാം ചുറ്റിക്കറങ്ങി ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് താജ്മഹൽ കാണിക്കാമെന്നുള്ളത്. കാരണം വൈഫിൻ്റെ ഒരു വല്ലാത്തൊരാഗ്രഹം ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഒന്ന് താജ്മഹൽ കാണണം എന്നുള്ളത്. ഞാൻ ജസ്റ്റ് അവളെയും കൂട്ടി ഒന്ന് താജ്മഹൽ കണ്ടിട്ട് പോവുകയാണ്. ഇത് നല്ലൊരു റണ്ണിങ്ങിന് ശേഷം നമ്മൾ ആഗ്രയിലെത്തി. ഇത് ആഗ്രയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. മെട്രോ വരുന്നതാണെന്ന് തോന്നുന്നത്. മെട്രോൻ്റെ പാലങ്ങളാണ് കാണുന്നത്. മക്കൾ ഇവിടെ വരുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തട്ടിപ്പ് വളരെയധികം നടക്കുന്ന ഒരു സ്ഥലമാണ്. തട്ടിപ്പുള്ള സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ട് പ്രത്യേകം കെയർ ചെയ്യുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ മറ്റുള്ള ആയിക്കോളും അടിച്ചു മാറ്റലും വിദഗ്ധന്മാരുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഇനി നേരെ പോകുന്ന ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അവിടെ പോയി ടിക്കറ്റ് എടുക്കുക, താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുക. അതാണ് ഒരു ലക്ഷ്യം. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് കേട്ടോ, തിരക്കുണ്ട് ടിക്കറ്റിന്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, എന്നാലും ഇത്ര വലിയ ക്യൂ ഒന്നും നിന്നിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ടിക്കറ്റിലും കിട്ടിയിരുന്നു. പക്ഷേ ലേഡീസിൻ്റെ ഭാഗത്ത് ആൾ കുറവാണ്. അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ ലേഡീസിനെ അയച്ചിട്ട് ടിക്കറ്റ് എടുപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ടിക്കറ്റിലെടുത്ത് പ്രവേശന കവാടത്തിലേക്ക് നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി നമ്മൾ പോവുകയാണ്. ഇവിടെ സുരക്ഷാ ചെക്കിങ് ഉണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സെൽഫി സ്റ്റിക്ക് അങ്ങനത്തെ ഒന്നും, ട്രൈപോഡ്, ലാപ്ടോപ്പ്, അതുപോലെ ഫുഡ് കാര്യങ്ങളൊന്നും തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് ചെയ്യുന്നില്ല. എൻ്റെ ഇപ്പം ട്രൈപോഡ് അവിടെയുള്ളത് ബാഗിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വാളിറ്റി ഞാൻ വീഡിയോ എടുക്കുന്നത്. താജ്മഹലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് താജ്മഹൽ കാണാം. ഓക്കെ, അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ ഫോട്ടോഷൂട്ട് പറ്റിയ ക്ലൈമറ്റ് കൂടിയാണ്. കാരണം വെച്ചാൽ അധികം വെയിലൊന്നും കാണുന്നില്ല. എന്താണെന്ന് അറിയില്ല, നോക്കി നോക്കാം നമുക്ക്. ഞായറാഴ്ച ഉണ്ടാകുന്ന തോന്നുന്നു, നല്ല ക്രൗഡുണ്ട്. ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഒരു സുഖം കിട്ടുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ട്രൈപോഡ് കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അത് മാക്സിമം നല്ല ഭംഗിയിൽ ഞാൻ എടുക്കാൻ നോക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉള്ളിൽ നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. ഞാൻ പുറമേ കണ്ടെന്ന് വിചാരിച്ച് ക്രൗഡൊന്നും ഇല്ലയെന്ന് വെച്ചത്, പക്ഷെ നല്ല ജനക്കൂട്ടം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരായിട്ട് ഉദിപ്പ് വല്ലാണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് അതും നമുക്കൊരു എന്താ പറയുക, ഫോട്ടോഷൂട്ടിനൊരു ഭയങ്കര ഇടങ്ങാറായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യാമറ എങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാർ ഫോട്ടോഷൂട്ടിന് വേണ്ടി സ്റ്റില്ലായിട്ട് നിന്നതും അതുപോലെ റീൽസ് എടുക്കുന്നതും എല്ലാം കാണുന്നുള്ളൂ. പിന്നെ താജ്മഹലിനെ പറ്റി കൂടുതലായി പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് താജ്മഹൽ എന്താ സംഭവം എന്നുള്ളത്. എന്നാലും പറയണമല്ലോ താജ്മഹൽ എന്താ സംഭവം എന്നുള്ളത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്മാരകമാണ്
ഈ കാണുന്ന താജ്മഹൽ അല്ലേ. 22 വർഷത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഈ കാണുന്ന താജ്മഹൽ, അതും വെണ്ണക്കല്ലിൽ, അതായത് മാർബിള് അതിലുണ്ടാക്കിയത്. അതേപോലെ രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ പറ്റി വിശേഷിപ്പിച്ചതെന്ന് വെച്ചാൽ കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളികൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കാരണം അത്രയും സ്നേഹത്തിനെ പറ്റിയാണ് ഇത് പറയുന്നത് താജ്മഹൽ. കാരണം സ്വന്തം ഭാര്യയോടുള്ള അത്രക്കും അടങ്ങാത്ത സ്നേഹമാണ് ഈ താജ്മഹലിനുള്ളിൽ കാണിക്കുന്നത്. മുംതാസിൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഈ താജ്മഹൽ, അതായത് മുംതാസിൻ്റെ ശവകുടീരമാണ് ഈ താജ്മഹൽ. ഈ കാണുന്നതാണ് യമുന നദി. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന യമുന നദിയുടെ തീരത്താണെന്ന്. ആഗ്ര കോട്ടയിൽ നിന്നും ഈ താജ്മഹൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ടേക്കും ഒരു യാദൃശ്ചികമായി കിട്ടിയൊരു കൂട്ടുകാരനാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഒരു വികൃതിയും കളിയും ജസ്റ്റ് ഒന്ന് ക്യാമറ പകർത്താൻ വെച്ചിട്ട് നിന്നതാണ്. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും താജ്മഹലിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ശുഭദിനം.